ചെട്ടോളങ്ങര അമ്മയ്ക്ക് ഞങ്ങളുടെ തൊട്ടപ്പുറത്തുനിന്നൊരു തേര് കൊണ്ടുപോകുന്നുണ്ട് മീനത്തിലെ അശ്വതി ഉത്സവത്തിന്. അപ്പോൾ ഞാൻ കൊച്ചു പയ്യന്മാരെല്ലാം കൂടെ ചേർന്ന് തുടങ്ങിയത്. ഇപ്പോൾ പയ്യന്മാരെല്ലാം വലുതായി കല്യാണം കഴിച്ചു, മക്കളും ഉണ്ട്. കല്യാണം കഴിക്കാത്തവരും എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളുടെ ഏരിയയിലുള്ള ആൺപിള്ളേരെല്ലാം കൂടെ ചേർന്ന് കൊണ്ടുപോകുന്നത്. അതിനോടൊപ്പം തന്നെ പെണ്ണുങ്ങളും അതിനകത്ത് അവരോടൊപ്പം തന്നെ സഹകരിച്ച് തന്നെ നിൽക്കുക. അതുപോലെ നല്ല സഹകരണമാണ് എല്ലാവരുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാവരും സ്പോൺസർ ചെയ്യുകയും ഓരോ ദിവസം 3-4 ദിവസം വായന നടത്തുകയും ഒക്കെ ചെയ്യും. ഈ പ്രാവശ്യവും അതുപോലെ തന്നെ തലേദിവസം ഞങ്ങളെല്ലാവരും കൂടെ പോയി കടുമാങ്ങായി കരിയുകയും ഒക്കെ ചെയ്യും. തേങ്ങ പൊതിക്കാനോ ഒരു ആളവിടെ നിന്ന് തേങ്ങ പൊതിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനോടൊത്ത് സഹകരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇതുവരെ ഒരു പ്രശ്നവും അലമ്പൊന്നുമില്ല. ഞങ്ങൾ പിറ്റേ ദിവസം എല്ലാവരും രാവിലെ ഒരു 4 മണിയായപ്പോൾ പോയി പച്ചക്കറി എല്ലാം അരിഞ്ഞു കൊടുത്ത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും കഞ്ഞിയും മുതിരയും അസ്ത്രവും കടുമാങ്ങയും പപ്പടവും ഉള്ളായിരുന്നു. ഈ പ്രാവശ്യം ഒരാടെ കണക്ക് അവല്, ഞങ്ങളുടെ തെക്കേലെ കൊച്ചുങ്ങളുടെ കണക്കാണെങ്കിൽ ഇലയട ഉണ്ടായിരുന്നു, ഉണ്ണിയപ്പം, ഇതെല്ലാം. അപ്പോൾ ഈ പ്രാവശ്യം 3 സ്പെഷ്യൽ സാധനം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വന്ന്. അതുപോലെ ഒരാൾ സ്പോൺസറായിട്ട് നടത്തിയ തിരുവാതിര, ഒരു 6 തിരുവാതിരയോളം വന്നവർ കളിച്ച്. നല്ല രസമായിരുന്നു തിരുവാതിരയൊക്കെ. അപ്പം നല്ലതായിരുന്നു. ഇത്രയും ദിവസം ഒരു അനക്കമൊക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ ഈ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരുന്നേ. പക്ഷേ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും ഒത്തിരി താമസിച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും കൂടെ കുറേ ആൾക്കാർ ഒരുപോലത്തെ ഡ്രസ്സും ഒക്കെ തയ്ച്ച് ഒക്കെ ഇട്ട് ഒരു നല്ല രസമായിരുന്നു. നല്ല തിരുവാതിരയൊക്കെ ആയിരുന്നു. ചന്ദനം കുങ്കുമം കരിവളയും ചാർത്തി ചന്ദമേറുന്നൊരു പട്ടുടുത്തും. പ്രാവശ്യം ഞാൻ എന്നാൽ തേരിൻ്റെ കൂടെ പോകുന്നില്ല എന്ന് വിചാരിച്ചതാണ്. അപ്പം പിന്നെ ഞാനും മക്കളും കൂടെ തേരിൻ്റെ കൂടെ പോവുകയും ചെയ്തു. ഞങ്ങൾ പനച്ചമൂട് വരെ പോയിട്ട് വന്നു. എനിക്ക് പിറ്റേ ദിവസം ഭരണിയുടെ അന്ന് അമ്മ കൊടുങ്ങല്ലൂർ പോകുന്നത് ഞാൻ കുറേ വർഷമായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്കത് കാണാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചിഞ്ഞ് പോന്നു. ഇന്ന് ഞാൻ അമ്മ കൊടുങ്ങല്ലൂർ പോകുന്നതും ഞാൻ പോയി കണ്ട്. എല്ലാ വർഷവും പോകുന്ന അത്രയും എനിക്കൊരു മനസ്സിന് തൃപ്തി ആയില്ലെങ്കിലും ഒത്തിരി ആൾക്കാർ വന്നപ്പോഴത്തേനും അമ്മ പോയി. ഈ പ്രാവശ്യം നേരത്തെ കാണാൻ പറ്റാതെ തിരിച്ചു പോയി. അപ്പം അവരുടെ വിഷമത്തിനെക്കാട്ടി എനിക്ക് ഞാൻ പോയപ്പോൾ അമ്മ പോകുന്നത് കാണാൻ പറ്റിയല്ലോ എന്ന് നല്ല സന്തോഷമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കൂടെ പനച്ചമൂട് വരെ പോകാനും പറ്റിയല്ലോ. അതൊക്കെ ഒരുപാട് സന്തോഷം. ഇനി അടുത്ത വർഷത്തെ കാര്യം അടുത്ത വർഷം എല്ലാം അമ്മ നടത്തി തരുമെന്ന് വിചാരിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥന. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബറൊക്കെ കുറവാണ് എനിക്ക്. ഞാനൊരു തമാശക്കല്ല, ഒരു ചെറിയ വിഷമം മാറാൻ വേണ്ടി ഞാൻ തുടങ്ങിയതാണ്. ഇപ്പം പക്ഷേ എനിക്കത് നിർത്താനായിട്ട് അങ്ങോട്ട് മനസ്സ് വരുന്നില്ല. എല്ലാവരും എന്നോട് പറയുന്നത് നിർത്തണ്ട, ഇങ്ങനെ തന്നെ പോട്ടെ എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം. ചെറിയ വീഡിയോ ഞാൻ ഇടുന്നത്. ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്, താലപ്പൊലിക്കില്ല. അവരുടെ വീഡിയോ ഒന്നും എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് എൻ്റെ മക്കളെ ഒന്നും കാണിക്കുന്നില്ല.